റെപ്രസെൻറ്റേഷൻ ജനസംഖ്യാനുപാതികമാകണമെന്ന ഭരണഘടന പറയുന്ന കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും അരികുവൽക്കരിക്കപ്പെടും. അവരുടെ റെപ്രസെൻറ്റേഷൻ അവർക്ക് ഒരു വോയിസും ഇല്ലാണ്ടായി മാറും. ഒരു തരത്തിലും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൽ ഒരുതരം കോളനീകൃതമായ മേഖലയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാറുന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട. കാരണം ഇപ്പോൾ തന്നെ പ്ലാൻ എന്താണ്? പാർലമെൻറ്റ് മന്ദിരം പണിതപ്പോൾ തന്നെ 800-ലധികം സീറ്റുകൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ നമുക്കറിയില്ല എത്ര സീറ്റിലേക്കാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, ജനസംഖ്യാനുപാതികമായി അതിൻ്റെ ബൗണ്ടറീസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ കൂടിയേക്കാം, കുറഞ്ഞേക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഉയർത്തപ്പെടുന്ന ആശങ്ക ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സീറ്റ് വർദ്ധിക്കുകയും ദക്ഷിണ സംസ്ഥാനങ്ങളിൽ കുറയുകയും ചെയ്യുന്നുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ കാരണം ഡാറ്റ വെച്ചിട്ടുള്ള, പോപ്പുലേഷൻ വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ്. മറ്റൊന്ന് ഈ കറണ്ട് റെജീമിൻ്റെ ഈ സർക്കാരിൻ്റെ ബിഹേവിയറാണ്. അവരുടെ രാഷ്ട്രീയമായ ബിഹേവിയറും രാഷ്ട്രീയമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രഡിക്ഷനാണ് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് കുറയുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്കറിയില്ല, അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടില്ല, കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ നമുക്കറിയില്ല, അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ ഒരു പ്രശ്നമാണ് എന്നിരിക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിൻ്റെ പ്രൊട്ടസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളവും അതിൻ്റെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവെ അതിനോട് വിയോജിക്കുന്നു. പാർലമെൻറ്റിൽ നടന്ന ഡിസ്കഷൻ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിലെ ഡിസ്കഷനിൽ വളരെ ബുദ്ധിപൂർവ്വമായി, വളരെ കൗശലപൂർവ്വം സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന വനിതാ റിസർവേഷൻ ബില്ലിനെ ഈ ഡീലിമിറ്റേഷനുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇതിൽ മൂന്നാമത്തെ ഒരു ബില്ല് യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ യൂണിയൻ ടെറിട്ടറീസ് നമുക്കറിയാം, അതിൽ ജനസംഖ്യ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ജനസംഖ്യ കുറവാണെങ്കിലും ഒരു നിശ്ചിത ലോക്സഭാ സീറ്റുകൾ ഈ വലിയ ബിഗ്ഗർ യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ആ ബില്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് വലിയ ജനസംഖ്യയുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി, കശ്മീർ പോലുള്ള വലിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ അതിലും കൃത്യമായ ലക്ഷ്യമുണ്ട്. കാരണം ഇപ്പോൾ ഡൽഹി സംസ്ഥാനം തന്നെ എടുക്കുക. ഡൽഹി സംസ്ഥാനത്തിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. കാരണം വലിയ തോതിൽ മൈഗ്രേഷൻ ഡൽഹിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ ഈ 60 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ 71 സെൻസസ് പ്രകാരം 50% വർധനമാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ളത്. മൊത്തം യു പിയിൽ നിന്ന് ആളുകൾ കുടിയേറുന്നതാണ്. യു പിയിൽ നിന്നുള്ള ആളുകളുടെ കുടിയേറ്റമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ 7 സീറ്റും BJP ജയിക്കുന്ന ഡൽഹിയിൽ ഒരു 20 സീറ്റ് കൂടി അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പലപ്പോഴും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വളരെ ഈസിയായിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ യൂണിയൻ ടെറിട്ടറീസ് ബില്ല് തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് ഉണ്ടാവും. മറ്റൊന്ന് UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് വരുന്നതോടുകൂടി BJP ലഭിക്കുന്ന ആനുകൂല്യം